ഹലോ ഗെയ്സ്, അസ്സലാമലൈക്കും. അപ്പം നമ്മുടെ ഇന്ന് ഈദൊക്കെയാണല്ലോ. അപ്പം നമ്മുടെ പെരുന്നാളായിട്ട് നമുക്ക് ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം എങ്ങനെയെന്ന് നമുക്ക് കാണിക്കാം. അപ്പം ഞാൻ ഇറച്ചി കഴുകി ഒരു ഉരുളിയിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാണ്. അടുത്തത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാണ്. കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിറകടുപ്പത്താണ് ചെയ്യണത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വറ്റി വരണം, വെന്ത് വറ്റി വരണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വറ്റി വരണം. അപ്പം ഞാനൊന്ന് വേവാൻ വേണ്ടി ഒന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് തളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ബീഫിൻ്റെ വെള്ളം വേവുമ്പോൾ ഇറങ്ങും. എന്നിട്ട് നന്നായിട്ട് വറ്റി വെന്ത് വരട്ടെ കേട്ടോ. നമുക്ക് തീ നന്നായിട്ട് കത്തിച്ച് കൊടുക്കാം. പിന്നെ പാത്രം വെച്ച് മൂടി വെച്ചേക്കാണ്. ഞാൻ മുറ്റത്താണ്, പുറത്താണ് ഇത് പാചകം ചെയ്യണത്. അപ്പോൾ ഞാനത് മഴയുടെയൊക്കെ നല്ലൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ മൂടി വെച്ചേക്കാണ്. ഇതാണ് നമ്മുടെ പ്രകൃതി. അപ്പം നല്ല മഴയുടെ ഇതൊക്കെയാണ് കാണുന്നത്. ശരി. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നന്നായിട്ട് ഊർന്ന് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത് ആരും. അപ്പം നമ്മുടെ ബീഫ് വെന്ത് ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. കാശ്മീരി മുളക് പൊടി, റെഡ് ചില്ലി, നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഇതൊക്കെ പറ്റി നല്ല റെഡ് കളറിൽ മൊരിഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യട്ടെ. നല്ല ടേസ്റ്റാണത് കേട്ടോ.